വമ്പന്മാർ ഇനിയും. ഡോക്ടർമാരും അഭിഭാഷകരും ഇവന്റ് മാനേജ്മെന്റ് ഉടമയും അടങ്ങുന്ന വൻ സംഘം. ഈ സംഘം കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിക്കുന്നുവെന്ന രഹസ്യവിവരം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ ഹോട്ടലിലേക്ക് എത്തിയ കടവന്ത്ര പോലീസ് സംഘം പിടിച്ചെടുത്തത് കൊക്കൈനും ഹൈബ്രിഡ് കഞ്ചാവും. പിടിച്ചെടുത്ത ലഹരി കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്തതിനാൽ കസ്റ്റഡിയിലെടുത്ത 8 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. എന്നാൽ ഇവരെ ചോദ്യം ചെയ്യലിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമയായ തിരുവനന്തപുരം സ്വദേശി ഷോൺ കൊച്ചി നഗരത്തിലെ ആഡംബര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നിരന്തരം ലഹരി പാർട്ടി സംഘടിപ്പിക്കാറുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാൾ കഴിഞ്ഞ ശനിയാഴ്ച ഒരു ക്രൂയിസ് പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. അതിലേക്ക് ലഹരി ഒഴുക്കിയിട്ടുണ്ടെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ക്രൂയിസ് പാർട്ടിയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ പാർട്ടിയിൽ പങ്കെടുത്ത ആരൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, ഒപ്പം എവിടെ നിന്നാണ് ഈ ലഹരി എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരുത്താനുള്ള അന്വേഷണമാണ് കടവന്ത്ര പോലീസ് നടത്തുന്നത്. ഇതിനു പുറമെ ഇയാളുടെ കൂട്ടാളികൾക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് മാത്രമല്ല, കേന്ദ്ര ഏജൻസിയും രംഗത്തുണ്ടെന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ക്രൂയിസ് പാർട്ടിക്കിടെ ലഹരി ഉപയോഗം നടന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്താൻ കസ്റ്റംസ് തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ അവസാന നിമിഷം പദ്ധതി നടപ്പിലാക്കാനായില്ല. എന്തായാലും ശനിയാഴ്ച നടന്ന ക്രൂയിസ് പാർട്ടിക്കിടെ ലഹരി ഉപയോഗം നടന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലേക്കും കസ്റ്റംസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഷോണിനെ ഉടൻ കസ്റ്റംസ് ചോദ്യം ചെയ്യും. കൊച്ചി ക്യാമറ ടീമിനൊപ്പം റിപ്പോർട്ടർ SS ശരൺ, ഇൻ റിപ്പോർട്ടർ.